അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ് കേട്ടോ. ബീഫ് കറിയും അതിലേക്ക് തേങ്ങാച്ചോറും. അപ്പോൾ ഇന്നിവിടെ നോമ്പൊക്കെയാണ്, എല്ലാവർക്കും നോമ്പാണല്ലോ, മുഹറത്തിൻ്റെ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കറി വെക്കാൻ വല്ലുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. 2 കഷ്ണാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതായി അരിഞ്ഞ്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായി അതേപോലെ തന്നെ മുറിച്ച് വെക്കാം. ഞാനിവിടെ എണ്ണയിൽ വഴറ്റിയിട്ടാണ് ബീഫ് കറി വെക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാതെയും വെക്കലുണ്ട്, പെട്ടെന്ന് വെക്കാൻ ഇങ്ങനെ ചെയ്യൽ. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുട്ടികളുള്ളതുകൊണ്ട് അധികം എരിവൊന്നും അവർക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ 3 ഉരുളക്കിഴങ്ങ്. കിഴങ്ങ് കുറച്ചൊക്കെ കട്ടിയൊക്കെ ഉണ്ടാവും. കറി വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ ബീഫ് കറിക്കൊക്കെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാനിവിടെ അധികം ബീഫ് കറി വെക്കുമ്പോഴൊക്കെ കിഴങ്ങ് ഇടലുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കിഴങ്ങ് കഴിച്ചോളും. അങ്ങനെ കറി സ്വന്തമായിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ആ കിഴങ്ങ് ഇടുമ്പോൾ അത് ഒരാൾക്ക് കഴിച്ചോളും. പിന്നെ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും കറിക്ക്. ഇനി ഞാൻ കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ അവിടെ മുറിച്ചൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഉള്ളിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചാണ് കേട്ടോ മിക്സിയിൽ. ഞാൻ ആദ്യം ചതച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അല്ലാതെ പേസ്റ്റാക്കി അരച്ചിട്ടില്ല കേട്ടോ, ചതച്ചിട്ടുള്ളൂ. ഇത് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ നമ്മൾ ആൾക്കനുസരിച്ചിട്ട് 2-3 പേരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ബീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കർ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഞാനുണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. എണ്ണ ഒഴിച്ചിട്ട് ചൂടായതിനു ശേഷം ഉള്ളി നല്ലോണം വഴറ്റി വെക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. ഞാൻ 2 വിധം വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വഴറ്റാതെ എല്ലാം ഒരുമിച്ചിട്ടിട്ട് ബീഫ് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ വിസിലടുപ്പിക്കും. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കും, വേപ്പിലിടും. അങ്ങനെയും വെക്കലുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ എണ്ണയിലൊക്കെ എല്ലാം വാട്ടി, മസാലയൊക്കെ എണ്ണയിൽ വാട്ടി കഴിഞ്ഞാൽ കുറച്ച് മസാല ഇട്ടാലും നല്ല കളറ് കിട്ടും. പിന്നെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് വേവുമ്പോൾ അത് വേറെ ടേസ്റ്റാവും. ഒരുമിച്ചെല്ലാം പച്ചയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ ടേസ്റ്റാവും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇപ്പം ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം എണ്ണയിൽ വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം ഒന്ന് വഴറ്റി വരണം. ഇനി ഓരോന്നോരോന്നിങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. അതും അതിൽ കിടന്നൊന്ന് വാടിക്കോട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കട്ടെ, നല്ല മിക്സായി എണ്ണയിൽ മിക്സായി കിട്ടാൻ. ഇനി ജീരകപ്പൊടിയാണ്, വലിയ ജീരകം പൊടിച്ച് വെച്ചത് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇവിടെ ആദ്യം പൊടിച്ച് വെക്കലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഗരം മസാല, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി. ഞാൻ തേങ്ങാച്ചോറുക്കുള്ള കറി ആയതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മസാല കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി കുറച്ചേ ചേർക്കണുള്ളൂ. ഇവിടെ കുട്ടികളൊക്കെ ഉള്ളത് കാരണം എരിവ് കൂടണ്ടല്ലോ. അപ്പോൾ എരിവ് ഇടുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഞാൻ നല്ല എരിവ് കൂട്ടുന്ന ആളാണ്. കുട്ടികൾക്ക് എരിവില്ലാതെ നോക്കും വേണം. അപ്പോൾ അതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൊടിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബീഫും കഴുകി വെച്ച ബീഫും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചേരുവകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള വെള്ളം, കറിക്ക് ആവശ്യത്തിനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒക്കെ ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക. അതിലുള്ള ഉപ്പും മസാലയൊക്കെ അതിലേക്ക് പിടിക്കുന്ന കോലത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൽ എല്ലാ ചേരുവകളും ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വിസിലടുപ്പിച്ചാൽ മതി. 2-3 വിസിലടിപ്പിച്ചിട്ട് ഓഫാക്കിയിടാം. അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറിനുള്ള അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 നാഴി അരി ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇവിടെ ഉള്ള നല്ല വേവുള്ള അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, കുക്കറിലിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്കുള്ള ചെറുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിന് കഷ്ണങ്ങളാക്കി എടുക്കണം. അതായത് അത്ര ചെറുതാക്കൊന്നും വേണ്ട, 2-3 കഷ്ണമാക്കി എടുക്കുക ഓരോന്നും. അരിയിൽ അലിയാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട് ഒന്നുണ്ട് 2-3 കഷ്ണമാക്കി എടുത്താൽ മതി. അങ്ങനെ ഇടുകയൊക്കെ ചെയ്യുക. ആദ്യമൊക്കെ അങ്ങനെ തന്നെ ഞങ്ങൾ വെച്ചിൻ്റെയൊക്കെ അടുപ്പത്തൊക്കെ കുടുക്കയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഉള്ളിയൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് നല്ലോണം വേവിക്കലേന്. പിന്നെ അപ്പോൾ ചെറുള്ളിയൊക്കെ നല്ലോണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി, ചെറിയ ഉള്ളിയാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തേങ്ങയുടെ പകുതി ചിരവിയത് ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. തേങ്ങ അത്യാവശ്യം ഇടണം. ഇതിലേക്ക് നല്ലോണം മിക്സ് ആക്കണം. അതിലേക്കുള്ള പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അധികം ഉപ്പ് വേണ്ട കേട്ടോ, കറിയിൽ ഉപ്പുള്ളതുകൊണ്ട് നേരിയ ഉപ്പ് മതി, അതാണ് അതിൻ്റെ ടേസ്റ്റ്.
അധികം ഉപ്പായാൽ കറിയിലും ചോറിലും ഒരേ ഉപ്പാകാൻ പാടില്ലല്ലോ, അപ്പോൾ മടുപ്പ് വരും. അപ്പോൾ ചോറിൽ കുറച്ച് ഉപ്പ് കുറക്കാൻ നോക്കുക. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, ചെറിയൊരു കളറിനും വേണ്ടിയിട്ട്. പിന്നെ പട്ട, ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിൽ ഏലക്ക ഇല്ല, അപ്പോൾ അത് ഏലക്കായ ഇട്ട് കൊടുക്കുക. ഞാൻ പട്ട മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ലേശം ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാനിതിൽ മറന്നു പോയതാണ്, ഇടാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ പാകമാക്കിയിട്ടുണ്ട്. നല്ല വേവുള്ള അരി ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളം വേണം കേട്ടോ. ഞാനിത് വേവിച്ച് നോക്കും വെള്ളം കുറഞ്ഞു പോയി. പിന്നെ രണ്ടാമതൊന്നും കൂടെ വെള്ളം ഒഴിച്ചു വേവിച്ചപ്പോൾ ശരിയായി. പിന്നെ നമ്മളെ കറി, ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലോ, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഇനി ഒരൊറ്റ വിസിലിൽ അടിച്ചിട്ട് ഓഫാക്കാം. അപ്പോൾ കിഴങ്ങും വെന്തോളും. ബീഫ് കറി എല്ലാം പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വെക്കുന്നത്.